വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വരയ്ക്കുന്നത് തടിയിൽ വരുന്ന ചെറിയ ചെറിയ നൂൽ വലിപ്പമുള്ള ലൈനുകളും പിന്നെ അതിൻ്റെ ആരുകളും അങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ടർപ്പനും മിക്സ് ചെയ്ത കളറും കൂടെ എടുത്ത് തേച്ച് പിടിപ്പിക്കുക. ഡാർക്കിൽ തന്നെ തേക്കുക, കളർ കൂട്ടിയിട്ട് തേക്കുക. നമ്മൾ ചെറിയ ലൈൻ മാത്രം വരയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിസൈനുകളൊന്നും കമ്പുകെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ നൂല് കൂട്ടത്തെ ലൈൻ മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ആദ്യം ലൈൻ വരേണ്ട ഭാഗം നമുക്ക് ലൈറ്റ് ആക്കണം. ലൈറ്റ് വെള്ള തടിയുടെ വെള്ള കാണിക്കുന്ന കൂടുതൽ ഈ ലൈൻ വരുന്ന വെള്ളത്തടിയിലായിരിക്കും. അങ്ങനെ ഒരു ഭാഗം ഡാർക്കുമായിട്ട് തേച്ചിട്ടേക്കുന്നത്. അത് ഈ ലൈൻ അങ്ങോട്ട് മാറി വരും. ബ്രഷ് നേരെ വെച്ച് ഇതുപോലെ നേരെയാക്കുക. ബ്രഷിൻ്റെ ലെയർ കറക്റ്റ് ആ ലൈനായിട്ട് കിടക്കും. അത് ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ച ഡാർക്കാണ്. അവിടെ ഇതിന് ഈ ലൈനുകൾ അങ്ങോട്ട് പോയിട്ട് അത് ആരായി മാറുന്ന ഭാഗമാണ് തടിയുടെ. ഇതിപ്പോൾ ലയിപ്പിക്കുന്ന പ്രശ്നം ഇങ്ങനെ ഒരു സൈഡിലോട്ട് തന്നെ നമ്മൾ വലിച്ചു വിടുക. അപ്പോൾ അതേക്ക് ഇത് നൂല് വലുപ്പത്തിലുള്ള ലൈനാവും ഇങ്ങനെ. അതുപോലെ ഇതിന് ഇച്ചിരി ഉണക്ക് വേണം. ഇച്ചിരി ഉണക്ക് ആകുമ്പം ചെയ്താലേ ഇത് കിട്ടും, ഈ ലൈൻ കിട്ടത്തുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നിട്ട് ഡാർക്കായിട്ടാണ് വരുന്നത്. ഈ ലൈൻ ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകും തോറും അത് ഡാർക്കായി വരിക. ഡാർക്കായി വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഈ ലൈൻ എല്ലാം കൂടെ പിരിഞ്ഞ് ആര് വരയ്ക്കാനായിട്ടാണ് ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോൾ ആര് ഡിസൈനാണ് വരുന്നത്. ഈ തടിയുടെ ആര്, അതായത് കാറ്റ് പിടിക്കുന്നിടത്ത് നിൽക്കുന്ന മരം പിരിയുമ്പം ഉണ്ടാകുന്ന ഒരു ഡിസൈനാണ്. പിരിയില്ല മരം. അപ്പോൾ ആ ഭാഗത്ത് വരുന്നത് വെച്ച് ഡാർക്കായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ഒരു ഡിസൈനാണ് ഈ ആര് കൂട്ടി വരും. ആ തടിയുടെ ആരെന്ന് പറയുന്ന. ഇനിയും വരയ്ക്കാൻ പോകുന്നത് മൊത്തം ആര് ഡിസൈൻ ആയിരിക്കും. ഇതിപ്പോൾ ലൈനാണ്, നൂല് വലുപ്പത്തിലുള്ള ലൈനുകളാണിത്. ഇനി വെച്ചാൽ ഡാർക്ക് നമ്മൾ ആര് വരയ്ക്കുക. ആര് വരയ്ക്കാണ്ടല്ലോ വെച്ചാൽ ഡാർക്കിലാണ് ഇത് ഇനി പോകുന്നത്. ഇത് വീഡിയോയിൽ കണ്ട അത്ര വിധത്തിൽ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്ന ഭംഗിയായത് സാധനം. ഇപ്പം ഒരു സൈഡ് ഡാർക്ക്, ഒരു സൈഡ് ലൈറ്റ് ആയിരിക്കും, ഒരു പലകയുടെ. ഈ ലൈൻ അങ്ങോട്ട് മാറി പിരിഞ്ഞ അത് ആരാവുക. ശകലം ഉണക്ക സമയത്ത് ലയിപ്പിക്കുന്നതാണ്. ഞാൻ അന്നേരം വീഡിയോ എടുക്കാനുള്ള രീതി പെട്ടെന്ന് ലയിപ്പിച്ചോണ്ട് ഇങ്ങനെ ഒന്നുകൂടെ ഡാർക്ക് ചെയ്ത് വിടുക. ഇച്ചിരി ശകലം ഉണങ്ങി വരുന്ന സമയത്ത് ഇത് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും ഈ ആര് ഡിസൈൻ വരയ്ക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് ഇപ്പം ഒരു ലൈൻ വരുന്നുണ്ട്. അത് ബ്രഷ് നമ്മൾ വരയ്ക്കുന്ന എത്രയോ ലയിപ്പിക്കുക അത്രയും ലയിപ്പിക്കുന്നതിന് ഭംഗി. കുഞ്ഞ് ലൈനാകും. ഇപ്പോൾ അതാ ലൈൻ ലയിപ്പിച്ച് വരാനായിട്ടാണ് ആ ലൈൻ ഇട്ടേക്കുന്നത്. ഇനി അത് ശരി ലൈൻ അത് ലയിപ്പിക്കുക, ശരിക്ക് പടർത്തി വിടുക. അത് പടർത്തി വിട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചരിച്ച് വെച്ച് ആ ഒരു ലൈൻ കൊടുക്കുമ്പോൾ അത് കറക്റ്റാകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്ന ക്യാമറയുടെ ഇതുണ്ട്. അപ്പം എടുക്കുമ്പോഴത്തേക്കിന് കണ്ടാൽ കറക്റ്റ് കുഞ്ഞ് ഡിസൈനായിരിക്കും, നൂല് വലുപ്പമേ വരത്തുള്ളൂ. അത് ബ്രഷ് ഇങ്ങനെ ചരിച്ച് വെച്ചോണ്ട് ഇനി
ആര് പോലും ഇങ്ങനെ ഡിസൈൻ വരുന്നു ലയിപ്പിച്ച് വരുന്ന തുടക്കമാണ് ആ തടി പിരിയുന്നതിൻ്റെ തുടക്ക ഭാവം അത് ഇങ്ങനെ അവിടെ തൊട്ട് ഇങ്ങനെ കളർ കൂടി കൂടി വരുന്നൊരു ഭാവമാണ് പോയി വരുന്നത്. അത് നമ്മളിങ്ങനെ ലയിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ലയിപ്പിച്ച് വന്നു കഴിഞ്ഞ് ഇങ്ങനെ അറ്റത്ത് വരുമ്പം നല്ല ആര് കട്ടിയായിട്ട് വരും, നല്ല ആര് നിൽക്കുന്ന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതിലേക്കൊരു ചെറിയ ലൈൻ വരുന്നുണ്ട് വെള്ള ആര് തെളിഞ്ഞ് വരാനായിട്ട്. വീണ്ടും പറയുവാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. അതെ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും, ചെറിയ ലൈൻ ഇരിക്കും. നമ്മൾ നേരിട്ട് കണ്ടാൽ ഇതിനും ഭംഗി, വീഡിയോ കെട്ടായിട്ടാണ് നേരിട്ട് കണ്ടാൽ ഇതിനേക്കാൾ ചെറുതായിട്ട് വരും. ഇങ്ങനെ ഇതിങ്ങോട്ട് വരും തോറും കൂടിക്കൂടി വരും. ഈ ലൈൻ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഇപ്പുറത്ത് വരുമ്പോൾ കണ്ടോ അത് ആരായി മാറുക, തടി പിരിഞ്ഞ് അതിൻ്റെ ആരായി വരുന്ന ഭാഗമാണ് ഇത് തേക്ക് തടിയിലുള്ളതാണ്. ഉണ്ടോ കറക്റ്റ് ആരായി വരുന്നുണ്ട്, ആരായി വരുന്ന ഭാവം ഇത്. ഓക്കെ.